നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ED കാണിക്കുന്ന എന്ത് ആഭാസരങ്ങൾക്കും നമ്മൾ കീഴടങ്ങി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ രീതിയല്ല. ED 200-ലധികം കേസ് രജിസ്റ്റർ ചെയ്തു. ഏതെങ്കിലും ഒരു കേസിൽ ഒരാളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചോ? ഇല്ല. അപ്പോൾ എതിരാളികളെ, രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമത്തിന്റെ ഭാഗമാണ്. ഇവിടെ വിജിലൻസ് കോടതി ഇതിനെതിരായി പറഞ്ഞു, തെളിവില്ല എന്ന് പറഞ്ഞു. ഹൈക്കോടതി പലവട്ടം പറഞ്ഞു. ചില ആളുകൾ സുപ്രീം കോടതിയിൽ പോയി അപ്പോൾ ഫൈൻ അടിക്കുമെന്ന് പറഞ്ഞ് കോടതി തന്നെ പറയുന്ന സാഹചര്യം വന്നു. ഇങ്ങനെയെല്ലാം വന്ന സാഹചര്യത്തിൽ ഇന്നലെ കോടതി വേണമെങ്കിൽ നിങ്ങൾക്ക് FIR ഇടാൻ പോലും അനുവാദം കൊടുത്തില്ല. വേണമെങ്കിൽ നിങ്ങൾക്കിത് അന്വേഷിക്കാം വേണമെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് രാവിലെ 6 മണിക്ക് വീട്ടിൽ കയറുക എന്ന് പറയുന്നത് എന്ത് തോന്നിയാസമാണ് ഈ കാണിക്കുന്നത്? ഭരണത്തിന്റെ മുമ്പിൽ എന്തും കാണിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് ഒരു ശരിയായിട്ടുള്ള രീതിയല്ല. അതിന് ഈ കേരളീയ സമൂഹം അത് അംഗീകരിച്ചു കൊടുക്കുന്നില്ല. ഇപ്പോൾ നമുക്കറിയാം, ഈ ഏരിയ കമ്മിറ്റി ഓഫീസിലുള്ളത് പുറത്ത് വലിയ രീതിയിൽ പോലീസ് വന്നുകൊണ്ട് ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാതെ ഇവിടുന്ന് മടങ്ങിപ്പോകില്ല എന്ന നിലപാടാണ് പോലീസുകാർക്കുള്ളത്. അല്ല, പോലീസുകാരെ കുറ്റം ചെയ്തവരെ ഐഡന്റിഫൈ ചെയ്ത് അറസ്റ്റ് ചെയ്തോട്ടെ, ഞങ്ങൾ അതിനകത്ത് എതിർപ്പ് പറയുന്നില്ല. പക്ഷേ അത് ചെയ്തതിൽ ആരും ഈ പാർട്ടി ഓഫീസിനകത്തില്ല. അതുകൊണ്ട് തന്നെ ഈ പാർട്ടി ഓഫീസിനകത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥരും കയറുന്നെങ്കിൽ ഞങ്ങളുടെ ശവത്തിൽ ചവിട്ടി മാത്രമേ ഇതിനകത്ത് കയറൂ. ഒരു പോലീസ് ഉദ്യോഗസ്ഥരും ഇതിനകത്ത് കയറില്ല. പ്രതികളുണ്ടെങ്കിൽ അവർ ഐഡന്റിഫൈ ചെയ്ത് പിടിച്ചോട്ടെ, നമുക്ക് വേറെ പ്രശ്നമില്ല. പക്ഷേ ഇവിടെ നിൽക്കുന്നതിൽ ആരും അതില്ല. അവര് പ്രകടനമായി വന്നവരാണ്. ആ വന്നവരെയാണ് അവരെ പിന്തുടർന്ന് ഇവിടെ എത്തിച്ചത്. പോലീസ് എന്താണ് പറയുന്നത്? ഇവർക്കെതിരെ പുതിയ കേസുകൾ ചുമത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അല്ല, അവരൊക്കെ പരാതി കൊടുത്ത് കേസ് എടുത്ത് കാണുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ വീഡിയോ പരിശോധിച്ച് നോക്കട്ടെ. അവിടെ ഒരു വലിയ ജനം ഉണ്ടായിരുന്നു. ഞങ്ങൾ പാർട്ടിക്കാർ മാത്രമല്ല, അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരു വലിയ വിഭാഗം ജനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആ നിലയിൽ നോക്കാവുന്നതാണ്. അവിടെ നമ്മൾ ഏറ്റവും അവസാന ദിവസത്തേക്ക് ഒരു കൈവിട്ടു പോകുന്ന സാഹചര്യത്തിലേക്ക്, കാരണം EDയുടെ 3 വാഹനങ്ങൾ അടിച്ചു തീർക്കുന്നു, അവിടെ ED ഉദ്യോഗസ്ഥന് പരിക്കേൽക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. അതൊരു കൈവിട്ട കളിയിലേക്ക് പോയിരുന്നു അവിടെ. അല്ല, അത് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർക്ക് ഞങ്ങൾ നിർദ്ദേശം നൽകിയിരുന്നു. പാർട്ടി പ്രവർത്തകരെ നേരത്തെ തന്നെ വലിയ ജനക്കൂട്ടം വന്നപ്പോൾ അതിനെ 2ആയി തിരിച്ച് ഒരു വലിയ വിഭാഗം ജനക്കൂട്ടത്തെ പ്രകടനമായി പറഞ്ഞു വിട്ടു. വളരെ ശാന്തരായി കുറച്ച് ആളുകൾ മാത്രമാണ് അവിടെ ഇരുന്നത്. പക്ഷേ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ അവിടെ കൂടി. ആ കൂട്ടത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു അപലനീയമായിട്ടുള്ള കാര്യമാണ്. ED ഉദ്യോഗസ്ഥർക്കും പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അല്ല, അതിനോടൊന്നും ഞങ്ങൾ യോജിക്കുന്നില്ല. ഒരു കാരണവശാലും യോജിക്കില്ല. എന്തായാലും ഒരു തരത്തിലും അകത്ത് കയറി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനുള്ള അനുവദിക്കില്ല. ഒരു കാരണവശാലും അത് സാധിക്കില്ല. അത് VD സതീശനല്ല, രമേശ് ചെന്നിത്തലയല്ല, ഏത് ഭരണാധികാരി വന്നാലും പാർട്ടി ഓഫീസിനകത്ത് കാലെടുത്ത് കുത്താൻ അനുവദിക്കില്ല. ഇപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ്, കസ്റ്റഡി എടുത്തിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് കഴിഞ്ഞുപോയ ഒരാളെ പോലീസ് പിടിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. ഇപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. എന്തായാലും ഏരിയ കമ്മിറ്റി ഓഫീസിൽ കയറി ഒരു തരത്തിലും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കില്ല എന്ന ശക്തമായ നിലപാടാണ് ഇതുമായി ബന്ധപ്പെട്ട CPM നേതാക്കളൊക്കെ സ്വീകരിച്ചിട്ടുള്ളത്. DSC സെക്രട്ടറി ഇതുമായി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. പുറത്ത് വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹമുണ്ട്. നമുക്ക് നേരത്തെ ഒക്കെ ദൃശ്യങ്ങൾ കണ്ട പോലെ തന്നെ വലിയ രീതിയിലൊരു പോലീസ് സംഘം പുറത്തുണ്ട് ഈ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ. അവരിൽ നിന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ നിന്നും പ്രകടനമായി ഇവിടേക്ക് എത്തിയ ആളുകൾ അവരെ അറസ്റ്റ് ചെയ്യാനായി വലിയൊരു കൂട്ടം ആളുകൾ പുറത്ത് പോലീസ് സംഘം ഉണ്ട് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ മുൻ മന്ത്രി വി ശിവൻകുട്ടി ഇവിടെ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഏതായാലും പോലീസ് ഇതിൽ വിട്ടുവീഴ്ചയില്ല, അറസ്റ്റ് ചെയ്യാതെ ഇവിടെ നിന്നും പിരിഞ്ഞു പോകില്ല എന്ന ഒരു ശക്തമായ നിലപാടാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പുറത്ത് വലിയ രീതിയിലുള്ള പോലീസ് സംഘമുണ്ട്. അകത്ത് പാർട്ടി പ്രവർത്തകരും ഒപ്പം തന്നെ പ്രകടനമായി വന്ന വിദ്യാർത്ഥികളുമൊക്കെ അകത്തുണ്ട്. ഒരു കാരണവശാലും അവരെ അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കില്ല. അതായത് പ്രകടനമായി എത്തിയ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കില്ല എന്ന ശക്തമായ നിലപാട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് CPM സ്വീകരിക്കുകയാണ്. അങ്ങനെ ഒരു സംഘർഷാവസ്ഥ ഇപ്പോഴും തലസ്ഥാനത്ത് തുടരുന്നു എന്നുകൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഒരു അഴിവില്ലാത്ത രീതിയിൽ വലിയ രീതിയിൽ പോലീസ് സംഘം, അതായത് കൂടുതൽ പോലീസുകാർ ഇവിടേക്ക് എത്തിച്ചേരുകയാണ്. നേരത്തെ ഉണ്ടതിനേക്കാൾ കൂടുതൽ പോലീസുകാർ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുമ്പിൽ വലിയ രീതിയിലുള്ള ആളുകൾ ഇവിടേക്ക്, പോലീസ് സംഘം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ എല്ലാ തയ്യാറെടുപ്പും നടത്തിയിട്ടുണ്ട്. ജാക്കറ്റും ഒപ്പം തന്നെ ഈ പ്രതിരോധിക്കാൻ ഏതെങ്കിലും തരത്തിൽ അക്രമ സംഘം ഉണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്ന സംവിധാനങ്ങളൊക്കെ കൂടി തന്നെയാണ് പോലീസ് സംഘം ഇവിടെ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയിട്ടുള്ളത്. പുതിയ മറ്റൊരു ബസ്സിലൂടെ പോലീസുകാർ ഇവിടേക്ക് വരികയും ചെയ്തു. അങ്ങനെ ഒരു വശത്ത് SFI പ്രവർത്തകരും പാർട്ടി പ്രവർത്തകരും ഏരിയ കമ്മിറ്റി ഓഫീസിനകത്തുണ്ട്. പുറത്താണെങ്കിൽ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹവും ഉണ്ട്. എന്തായാലും സംഘർഷാവസ്ഥ ഇപ്പോഴും തുടരുന്നു എന്നുകൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഏരിയ കമ്മിറ്റി ഓഫീസിന് മുമ്പിലാണ് ഇപ്പോഴുള്ള ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നത്. എന്തായാലും പ്രവർത്തകരെ, അതായത് അവിടെ ഉണ്ടായിരുന്ന പ്രകടനത്തിൽ പങ്കെടുത്ത പ്രതിഷേധിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണം എന്ന ശക്തമായ നിലപാടിലാണ് പോലീസ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരു വർഷവശാലും അകത്ത് കയറി അറസ്റ്റ് ചെയ്യാനുള്ള അനുവാദം നൽകില്ല, അല്ലെങ്കിൽ ഒരു നടപടി സ്വീകരിക്കില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട്
SFIയും ഒപ്പം തന്നെ CPM നേതാക്കളും ഒക്കെ തന്നെ വ്യക്തമാക്കുന്നത്.